സാധാരണ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്ന പ്രോഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്ന് വരെ നിങ്ങളെ പരിചയപ്പെടുത്താത്ത ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നോക്കി, നല്ല പ്രീമിയം പാക്കിംഗ്. ഇത് ഈ കാണുന്ന റിങ്, ഇത് വെറും ഒരു റിങ് അല്ല, ഇതൊരു സ്മാർട്ട് റിങ് ആണ്. അതും സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന സാംസങ്ങിൻ്റെ സ്മാർട്ട് റിങ് ആണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ ഇത് പുറത്തിറക്കിയ കാലം തൊട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷമായി. അന്ന് തൊട്ടേ ഇത് മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇതിൻ്റെ പ്രൈസ്, അന്നത്തെ ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് 39,999 രൂപയായിരുന്നു. അന്ന് ആ പ്രൈസിൽ ഇത് തീർത്തും വರ್ತല്ല എന്ന് തോന്നിയത് കൊണ്ടും ആണ് ഞാൻ അന്ന് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കാര്യമായിട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, അതുപോലെ ഫ്ലിപ്കാർട്ടിലും ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടില്ല. എന്നാൽ ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് കാര്യമായിട്ട് കുറഞ്ഞു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിയത്. ഇനി എന്താണ് ഒരു സ്മാർട്ട് റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ഹെൽത്ത് മോണിറ്ററിംഗ് റിംഗ് ആണ് ഈ ഒരു സ്മാർട്ട് റിംഗ്. അപ്പോൾ സ്മാർട്ട് വാച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് ഇവിടെ ഈ ഒരു സ്മാർട്ട് റിംഗും ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് സ്മാർട്ട് റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ സ്ലീപ്പ് ഡേറ്റയൊക്കെ മോണിറ്റർ ചെയ്യണമെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ സ്മാർട്ട് വാച്ച് കെട്ടിക്കൊണ്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ രാത്രി ഉറങ്ങുമ്പം ഇത് ഇനിയിപ്പം സ്ലീപ്പ് മോഡിലൊക്കെ ഇടാനൊക്കെ സാധിക്കും. എങ്കിലും ഇത്രയും വലിയൊരു വാച്ച് നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് കിടന്നാൽ എപ്പോഴും നമുക്കൊരു ഡിസ്ട്രാക്ഷൻ, ഉറക്കത്തിന് ഭംഗം വരുത്തുന്നതിന് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇത്തരത്തിൽ ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്ത, അതുപോലെ വൈബ്രേഷനോ മറ്റ് നോട്ടിഫിക്കേഷനുകളോ ഒന്നും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരാത്ത സ്മാർട്ട് റിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സ്ലീപ്പ് മോണിറ്റർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ഗുഡ് സ്ലീപ്പ് കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കയ്യിൽ കിടന്നാൽ. ആ സമയം സ്മാർട്ട് വാച്ച് അങ്ങനെയല്ല. അതുപോലെ തന്നെ പരമാവധി ഡിസ്ട്രാക്ഷൻസ് അല്ലാതെ തന്നെ മാറി നിൽക്കും, ഉറക്ക സമയത്ത് മാത്രമല്ല. ഇപ്പം നമ്മൾ മൊബൈലൊക്കെ മാറ്റിച്ച് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ആ സമയത്ത് സ്മാർട്ട് വാച്ചിലേക്കാണെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ വരും. നമ്മളപ്പോൾ സ്മാർട്ട് വാച്ചിലൂടെ അത് നോക്കാനൊക്കെ ഒരു മൈൻഡ് ഒന്ന് വ്യതിചലിക്കാൻ, ഡിസ്ട്രാക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സ്മാർട്ട് റിംഗ് ആകുമ്പോൾ അങ്ങനെയില്ല. ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ടും മറ്റ് വൈബ്രേഷണൽ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെയുള്ളൊരു നേട്ടം എന്ന് പറയുന്നത്, നമ്മളുടെ ഹെൽത്ത് കൃത്യമായിട്ട് ഈവൻ സ്മാർട്ട് വാച്ച് ചെയ്യുന്നതൊക്കെ പോലെ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള ഡിസ്ട്രാക്ഷൻ ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് റിംഗ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും നമ്മളുടെ ഒരു ആരോഗ്യത്തെ മോണിറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ എത്രത്തോളം ആരോഗ്യവാനാണ് എന്ന് പറയുന്നതിനുപരി, നമ്മൾ ഒരു ആരോഗ്യവാനായ ഒരാളാണെങ്കിൽ നമ്മൾ അത് മുന്നോട്ട് നല്ല രീതിയിൽ ആ ഒരു ആരോഗ്യത്തെ കൊണ്ടുപോകുന്നതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സ്മാർട്ട് റിംഗ് നമ്മെ സഹായിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രായമുള്ള ആളാണെങ്കിൽ പോലും 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് നമുക്ക് ശരീരത്തിന് നല്ലത്. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ടോ, അത്രയും സമയം നമ്മൾ ബെഡിൽ കിടന്നാൽ ആ ഉറക്ക സമയത്തുള്ള ഉറക്കം എങ്ങനെയാണ്, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നുണ്ടോ അതോ വെറും ലൈറ്റ് സ്ലീപ്പാണോ, അങ്ങനെ സ്ലീപ്പിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഹാർട്ട് റേറ്റിന് എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ, ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായി കുറഞ്ഞു പോകുന്നുണ്ടോ, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഓക്സിജൻ ലെവൽ അത് എത്രത്തോളം വേരിയേഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഈവൻ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ പോലും ഇത് മോണിറ്റർ ചെയ്യും. ഓർക്കുക, അത് പകൽ സമയത്തല്ല, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ആ ഉറക്ക സമയത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം എങ്ങനെയാണ് എന്നുള്ളത് പോലും ആ ഒരു സ്കിൻ ടെമ്പറേച്ചർ ഇത് മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ എത്ര സ്റ്റെപ്പ് നടക്കുന്നു, നമ്മുടെ ശരീരത്തിന് അനക്കമുണ്ടോ, നമ്മൾ വെറുതെ മടി പിടിച്ചിരിക്കുന്ന ഒരാളാണോ, ആണെങ്കിൽ അത് മാറ്റി നമ്മൾ നടത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടി ഒരു ആരോഗ്യം നൽകുന്നതിന്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു നമ്പർ ഓഫ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്, നമ്മൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആണ്, അങ്ങനെ സ്ട്രെസ്ഡ് ആണെങ്കിൽ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി മനസ്സമാധാനം കിട്ടുന്ന തരത്തിലുള്ള കാം ആയിട്ടുള്ള ചില മ്യൂസിക് കേൾക്കുകയോ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇതെല്ലാം വെച്ചുകൊണ്ട്, ഈ പറയുന്ന പല നമ്മളുടെ ഹെൽത്ത് ഡേറ്റാസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ നമ്മുടെ എനർജി സ്കോർ എങ്ങനെയെന്നും ഇത് പ്രഡിക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ 100-ൽ അന്നത്തെ ദിവസം നമ്മൾ എത്രത്തോളം നമ്മൾ ഊർജ്ജസ്വലനാണ് എന്ന് ഇത് കൃത്യമായിട്ട് കാണിച്ചു തരും. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഈ ഒരു സ്മാർട്ട് റിങ്ങിൻ്റെ ആവശ്യമില്ല. സത്യത്തിൽ നമുക്കൊരു സ്മാർട്ട് വാച്ച് ആയാലും മതി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്മാർട്ട് റിങ് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് വാച്ചിൽ നിന്നുള്ള ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കി കുറച്ചും കൂടി നമുക്ക് ശാന്തമായിട്ട് നമുക്ക് ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നതിന് ഇത്തരം സ്മാർട്ട് റിങ്ങുകൾ നമ്മെ സഹായിക്കും. ഈ ഒരു സ്മാർട്ട് റിങ് നമ്മൾ ഉപയോഗിക്കുന്നതിനും ചില രീതികളുണ്ട്. അതായത് നമുക്ക് 10 വിരലുകളാണുള്ളത്. അതിനകത്ത് ഈ കാണുന്ന ഇൻഡെക്സ് ഫിംഗറിലാണ് ഇത് ധരിക്കേണ്ടത്. അതും ഇടത്തെ കയ്യിലെ ഇൻഡെക്സ് ഫിംഗറിലാണ് ഇത് ധരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഒരു ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യാനും സാധിക്കും. അതുപോലെ ഇൻഡെക്സ് ഫിംഗറിലേക്ക് ഇത് ധരിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഈ റിങ് ധരിക്കുന്നതിനുമുണ്ട് ചില രീതികൾ. ഈ റിങ്ങിനകത്ത് നിങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു വെട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം ക്യാമറയിൽ കാണാൻ സാധിക്കുമെന്ന് അറിയില്ല. ഇവിടെ ഒരു വര നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വര നമ്മളുടെ വിരലിൻ്റെ ഈ ഒരു മധ്യഭാഗത്ത് നടുക്ക് താഴെ വരത്തക്ക രീതിയിൽ വേണം ഈ ഒരു റിങ് നമ്മുടെ കയ്യിൽ ധരിക്കാൻ. നോക്കി, ഇതിനകത്തേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പല സെൻസറുകൾ ഇരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസറും അതുപോലെ നമ്മളുടെ സ്റ്റെപ്പ് കൗണ്ടിങ്ങിനൊക്കെയുള്ള സെൻസർ, ടെമ്പറേച്ചർ സെൻസർ, അങ്ങനെ നിരവധി സെൻസറുകൾ ഇതിനകത്ത് ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇത് വാങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈസ്, അല്ലേ, നമ്മുടെ ഈ ഒരു റിങ്ങിൻ്റെ സൈസ് നമ്മുടെ വിരലിനനുസരിച്ചിട്ട്
അനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പലരും ചെയ്യുന്നത് ഒരു ഊഹത്തിന് നമ്മൾ ആ ഒരു റിങ് വാങ്ങുന്നു, ഈ കയ്യിലിട്ടിൽ ചേരുന്നില്ലെങ്കിൽ അടുത്ത വിരലിലേക്ക് മാറ്റി, അങ്ങനെയാണ്. പക്ഷേ ഓർക്ക് ഈ ഒരു ഫിംഗറിൽ തന്നെയാണ് ഇത് ഇടേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സ്മാർട്ട് റിങ് വാങ്ങുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് ബ്രാൻഡിൻ്റെ ഒരു സൈസിങ് കിറ്റ് നമുക്ക് കിട്ടും. ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ വരെയുള്ള പ്ലാസ്റ്റിക് റിങ്ങുകൾ നമുക്ക് ആദ്യം മേടിക്കാൻ സാധിക്കും. മേടിച്ചിട്ട് കറക്റ്റ് ഇട്ട് അത് എത്ര നമ്പർ സൈസാണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ മെയിൻ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഞാനിത് ആമസോൺ വഴി ഓർഡർ ചെയ്യുന്ന സമയത്ത് സാംസങ്ങിൻ്റെ സൈസിങ് കിറ്റ് അൺഅവൈലബിൾ ആയിരുന്നു, സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട്. അടുത്തുള്ള സാംസങ്ങിൻ്റെ പല സ്റ്റോറിൽ ഞാൻ അന്വേഷിച്ചു, അവിടെ ഒന്നും സൈസിങ് കിറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചെയ്തത് വേറൊരു ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് റിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സൈസിങ് കിറ്റ് ഇതുപോലെ ഞാൻ ഓർഡർ ചെയ്തു. ചിലപ്പം ഈ ബ്രാൻഡ് അനുസരിച്ചുകൊണ്ട് ഈ നമ്പർ മാറാം, സൈസിങ് നമ്പർ വേണമെങ്കിൽ മാറാം. പക്ഷേ ഞാൻ എന്തായാലും വേറൊരു ബ്രാൻഡിൻ്റെ വാങ്ങി അതിട്ടപ്പോൾ എനിക്ക് 9 ആണ് സൈസ് എന്ന് തോന്നി. ഞാൻ അങ്ങനെ സാംസങ്ങിൻ്റെ 9 തന്നെയാണ് ഓർഡർ ചെയ്തത്. വാങ്ങി ആദ്യം തന്നെ നമ്മളുടെ സാംസങ് ഗാലക്സി വെയറബിൾ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സാംസങ് ഗാലക്സി വെയറബിൾ എന്ന് പറയുന്ന ആപ്പ് സാംസങ്ങിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിലും വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു റിംഗ് സാംസങ് ഫോണിൽ മാത്രമല്ല മറ്റ് ആൻഡ്രോയിഡ് ഏത് ഫോണിലും വർക്ക് ചെയ്യും. അങ്ങനെ മറ്റ് ആൻഡ്രോയിഡ് ഫോണുമായിട്ട് ഇത് നമ്മൾ പെയർ ചെയ്യുമ്പോൾ ചില കുറവുകൾ സാംസങ് റിംഗ് നമ്മൾ വരുത്തും. അതായത് സാംസങ് ഫോണിലാണ് ഇത് പെയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റർ കൺട്രോളുകൾ കിട്ടും. അതായത് ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഷട്ടർ ബട്ടൺ ആയിട്ട് നമുക്ക് ഈ ഡബിൾ ടാപ്പിനെ യൂസ് ചെയ്യാം. അതുപോലെ ഫോണിനകത്ത് അലാം അടിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് അലാം സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനുകൾ, ഈ ഒരു ജസ്റ്റർ കൺട്രോൾ വഴിയുള്ള ഈ രണ്ട് ഫംഗ്ഷനുകൾ സാംസങ് ഫോണിലാണെങ്കിൽ നടക്കും. സാംസങ് ഇതര മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ ജസ്റ്റർ കൺട്രോൾ വർക്ക് ചെയ്യില്ല എന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും. പക്ഷേ ഐഫോണിൽ ഈ സാംസങ് വെയറബിൾ ആപ്പ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെയും ഇത് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇത് അതുമായിട്ട് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഞാനിത് അൺബോക്സ് ചെയ്ത് പുറത്തെടുത്തപ്പോൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതുപോലെ വന്നിരുന്നു. ആദ്യം തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. ഈ ഒരു സ്മാർട്ട് റിംഗ് നമുക്ക് 24/7 നമുക്ക് ധരിച്ചുകൊണ്ട് നമുക്ക് ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഈവൻ നമ്മൾ കുളിക്കുമ്പോൾ പോലും നമുക്ക് ഇത് കയ്യിൽ ധരിക്കാം. അതേസമയം സ്മാർട്ട് വാച്ചൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള ചില കുറവുകളുണ്ട് അല്ലേ. നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉറങ്ങുമ്പോൾ തന്നെ ഇത് ഞാൻ കയ്യിൽ ധരിക്കുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കയ്യിൽ കെട്ടുമ്പോൾ എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്, ഇത്രയും വലിയൊരു സൈസ്. അതേസമയം കയ്യിലൊരു സ്മാർട്ട് റിംഗ് കിടന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മളോട് അതങ്ങ് റെഡി ആവുകയും ഇഴുകി ചേരുകയും അങ്ങനെ ഒരു സാധനം കയ്യിലുണ്ടെന്ന് പോലും തോന്നാത്ത രീതിയിലേക്ക് വരും. പക്ഷേ സ്മാർട്ട് വാച്ച് അങ്ങനെയല്ല, കുളിക്കുമ്പോഴൊക്കെ ഇത് കെട്ടുന്നത് ആരും ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു സ്മാർട്ട് റിംഗ് അങ്ങനെയല്ല, നമുക്ക് ഫുൾ ടൈം നമ്മുടെ കയ്യിൽ കിടക്കും, ഫുൾ ടൈം നമുക്ക് ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. സ്മാർട്ട് വാച്ചിൻ്റെ കേസിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ പിക്സൽ സ്മാർട്ട് വാച്ചാണ്. ഇതൊരു 1.5 ദിവസത്തെ ബാറ്ററി ലൈഫ്. അതുപോലെ സാംസങ് ഗാലക്സി വാച്ച് 7 യൂസ് ചെയ്യുന്നുണ്ട്, അതും 1 ദിവസത്തെ ബാറ്ററി ലൈഫൊക്കെ ലഭിക്കും. പക്ഷേ ഇവിടെ മറ്റൊരു ഗുണം കൂടിയുണ്ട്, ഇതിന് ഏകദേശം 7 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ബ്രാൻഡ് പറയുന്നത്. എൻ്റെ യൂസ് കേസിൽ ഇപ്പോൾ തന്നെ ഏകദേശം 5 ദിവസം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പോയാലും ഒരു 6-7 ദിവസം എന്തായാലും ഇതിൻ്റെ ബാറ്ററി നിൽക്കും. അപ്പോൾ എന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഊരി വെച്ച് ചാർജ് ചെയ്യേണ്ട ആവശ്യം സ്മാർട്ട് വാച്ച് പോലെ വരുന്നില്ല എന്നുള്ളത് നേട്ടമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ഊരി നമ്മൾ ചാർജ് ചെയ്താൽ മതി. അല്ലാത്ത എല്ലാ സമയങ്ങളിലും നമ്മുടെ കയ്യിൽ ഇത് മോണിറ്ററിംഗ് ആയിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് റിംഗിന്റെ മറ്റൊരു പ്രത്യേകത. ഇത് നമുക്ക് വ്യത്യസ്ത കളറുകൾ ലഭിക്കും. അതായത് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ടൈറ്റാനിയം ഗോൾഡ് എന്ന് പറയുന്ന കളറാണ്, ഗോൾഡ് കളറിലാണ്. ഇനി ടൈറ്റാനിയം സിൽവർ കളറുണ്ട്, വേറൊരു കളറുണ്ട്, നോർമൽ ബ്ലാക്ക് കളറുണ്ട്. അപ്പം ഈ ഒരു ഗോൾഡും അതുപോലെ സിൽവറും ഇത്തരത്തിൽ ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് കളർ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഗോൾഡ് കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. മാത്രമല്ല ഇപ്പം ആമസോണിൽ പല കളറും കൃത്യമായിട്ട് അവൈലബിളും അല്ല. ഞാൻ ആക്ച്വലി 10 സൈസ് വാങ്ങാനായിട്ടാണ് ഇരുന്നത്. 10 സൈസ് വാങ്ങിയിരുന്നെങ്കിൽ എനിക്കിത് സൈസ് പ്രോപ്പർ ആവത്തില്ലായിരുന്നു. 10 സൈസ് എന്തായാലും ഇല്ലായിരുന്നു, 9 ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും 9 വാങ്ങി. ഇല്ല, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് എന്തായാലും 9 ആയിരുന്നു എൻ്റെ കറക്റ്റ് സൈസ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു സാധനം. നമ്മുടെ കയ്യിൽ ഇട്ടിരുന്നാൽ കയ്യിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയ പോലുമില്ല. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കൊണ്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ അവിടെ നോക്കി ഒരുമാതിരി ഇല്ലേ ഈ പറഞ്ഞ കാറ്റും വെളിച്ചം കയറാത്തതുകൊണ്ട് അവിടെ ഒരു അടയാളമൊക്കെ വീഴുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി നല്ല, ആ ടൈറ്റാനിയം മെറ്റൽ ആയതുകൊണ്ട് തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഈ ഗോൾഡ് കളർ പ്ലേറ്റഡ് കളറാണ്. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റാലിക് സാധനങ്ങളൊക്കെ കയറി പിടിക്കുമ്പോഴും ഈവൻ ഈ ഫോണിനകത്തൊക്കെ നമ്മളിങ്ങനെ പിടിക്കുമ്പം അതിൻ്റെ അവിടെ കണ്ടില്ലേ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ പല കാര്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഈ സാധനം വെയർ ചെയ്യുന്നത് ആ സമയത്ത് പറ്റില്ല. കാരണം വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബാറിൽ തട്ടിക്കഴിഞ്ഞാൽ ഇത് ഒന്നാമത് ഞണുങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു ഗോൾഡ് കളർ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇളകി പോകും. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വൈസ് ബെറ്റർ ആണ്, ടൈറ്റാനിയം ആണ്, കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് സ്ക്രാച്ചസ് വീഴും, ഈ ഗോൾഡ് കളറിനകത്ത് വരകൾ ഭയങ്കരമായിട്ട് വീഴും. അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടിരുന്നു. ഇതിനോടൊപ്പം വരുന്ന കേസാണ് ഇത് ഇതിൻ്റെ ചാർജിങ് കേസാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്, നമ്മൾ സാധാരണ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലൊക്കെ കാണുന്ന പോലെ. നമുക്ക് ഈ ഒരു കേസ് ആദ്യം ചാർജ് ചെയ്യുക. ഈ ഒരു കേസ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിങ് ഊരി അതിനകത്തേക്ക് വെച്ചുകൊണ്ടാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. ഈ ഒരു റിങ് 1.5 പ്രാവശ്യം, അതായത് ഒരു ഫുൾ ചാർജും ഒരു ഹാഫ് ചാർജും ചെയ്യുന്നതിനുള്ള ചാർജ് കേസിനകത്ത് ഉണ്ടാവും. അപ്പോഴത്തേക്കും കേസിലെ ചാർജ് തീരും, പിന്നെ നമ്മൾ കേസ് വീണ്ടും ചാർജ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. ഇനി അതുപോലെ ഈ ഒരു കേസ് ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കേസിനകത്തുള്ള ബാറ്ററി ഇൻഡിക്കേഷൻ ഇങ്ങനെ ഒരു റിംഗ് ലൈറ്റ് ആയിട്ട് ഈ കേസിനകത്ത് കാണിക്കും. അതുപോലെ
നമ്മൾ ഈ റിങ് ഒരു കേസിലേക്ക് വെക്കുമ്പോൾ ഈ ഒരു റിങ്ങിൻ്റെ ബാറ്ററി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ലൈറ്റ് ഇൻഡിക്കേഷനും ഈ ഒരു കേസിനകത്ത് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിങ്ങിനകത്ത് റിമെയിൻ ചെയ്യുന്ന ബാറ്ററി പെർസെൻറ്റേജ് ഇതുപോലെ ഇവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു സാംസങ് റിങ്ങും അതുപോലെ ഗൂഗിളിൻ്റെ പിക്സൽ വാച്ചും കൂടി ഒരുമിച്ച് കയ്യിൽ ഉപയോഗിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുകയും ഒരു ദിവസത്തെ ഒരു ഹെൽത്ത് ഡേറ്റ ട്രാക്ക് ചെയ്യുകയും ചെയ്തു. സ്ലീപ്പ് സ്കോറിലേക്ക് വന്നു കഴിഞ്ഞാൽ 73 ആണ് സ്ലീപ്പ് സ്കോറായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ 6 മണിക്കൂറും 1 മിനിറ്റും ഉറങ്ങിയതായിട്ട് കൃത്യമായിട്ട് 6 മണിക്കൂർ 1 മിനിറ്റ് ഉറങ്ങിയതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്പർ ഓഫ് സ്റ്റെപ്പ് ഇതുവരെ 2576 സ്റ്റെപ്പ് നടന്നു. എനർജി സ്കോറായിട്ട് എനിക്ക് കാണിക്കുന്നത് 78 ആണ്. ഇനി ഞാൻ കൈ കെട്ടിരിക്കുന്ന പിക്സൽ വാച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയ ഡേറ്റ വെച്ച് നോക്കി കഴിഞ്ഞാൽ 5 മണിക്കൂറും 56 മിനിറ്റും ഉറങ്ങിയതായിട്ടാണ് കാണിക്കുന്നത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഉണ്ടല്ലേ? ഇതിനകത്ത് എനിക്കൊരു റെഡിനെസ് സ്കോർ വന്നിട്ട് 55 ഉള്ളൂ. ഇനി ഈ ഒരു റിങ്ങിന്റെ വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ സബ്സ്ക്രിപ്ഷൻ. അതായത് സാധാരണ നമുക്കറിയാം വൂപ്പ്, അത് പറഞ്ഞ പോലെ ഫിറ്റ്നസ് ബാൻഡ് ആണ്, അതുപോലെ ഓറ റിംഗ്, അങ്ങനെ നിരവധി വേറെ ഇതുപോലുള്ള സ്മാർട്ട് റിങ്ങുകളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അത്തരം ഹൈ എൻഡ് പ്രോഡക്റ്റുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 10,000, 30,000, 40,000 രൂപ കൊടുക്കണം. പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. എല്ലാ വർഷവും നമ്മളുടെ ഹെൽത്ത് ഇതുപോലെ മോണിറ്റർ ചെയ്യുന്നതിന് അവർക്ക് സബ്സ്ക്രിപ്ഷൻ റേറ്റ് ആയിട്ട് നമ്മൾ ഏകദേശം 20,000 രൂപ എല്ലാ വർഷവും കൊടുക്കുകയും വേണം. ഇവിടെ സാംസങ്ങിന്റെ കേസിൽ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ ഇല്ല. നമ്മൾ ആ ഓൺ ടൈം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും നമുക്കിത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് വരുന്നത്. അതുപോലെ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ മുഖമൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ 2 കൈ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ മുഖം കഴുകി കഴിഞ്ഞാൽ ഇത് സാധാ റിങ് പോലെയല്ല, കുറച്ച് തിക്നെസ് ഉണ്ട് കമ്പാരിറ്റീവ്ലി. നമ്മൾ ഗോൾഡ് റിങ്ങൊക്കെ ഇപ്പോഴത്തെ ഗോൾഡ് പ്രൈസ് ഒക്കെ കൊണ്ട് പലപ്പോഴും ഇല്ലേ ഉള്ളിത്തൊലി പോലുള്ള വെയിറ്റ് കുറഞ്ഞ ഗോൾഡൊക്കെ ആയിരിക്കും പലരും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കി ഇത് സാധാരണ റിങ്ങുകളെ അപേക്ഷിച്ച് കുറച്ച് തിക്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള ആ ഒരു പ്രൊജക്ഷൻ അല്പം കൂടുതലായതുകൊണ്ട് നമ്മൾ മുഖമൊക്കെ കഴുകുന്ന സമയത്ത് ഇതിങ്ങനെ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് തട്ടും. ഇതിൽ മുഖത്ത് ക്രീം ഇടുമ്പോഴോ ഒക്കെ ഉള്ളൊരു പ്രശ്നം, അങ്ങനെ ഒരു തട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതുപോലെ ജിം വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക്, വെയിറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഇത് കയ്യിൽ ആ സമയത്ത് ഇടാൻ പറ്റത്തില്ല, ഊരി വെക്കണം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പിന്നെ ഇതിന്റെ ട്രാക്കിംഗ് എത്രത്തോളം ബെറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളൊരു രാത്രി ഉറങ്ങുന്നത് കൂടാതെ ഒരു ഉച്ച ഉറക്കം, ഒരു പകൽ ഒരു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ ഇരിക്കുന്ന ഈ പിക്സൽ വാച്ച് ഞാൻ അത്തരത്തിലൊരു ഉച്ച ഉറക്കം ഉറങ്ങിയ സമയത്ത് അത് പിന്നെ ആ ഒരു സ്ലീപ്പായിട്ട് അതിനെ കൺസിഡർ ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മളൊരു ചെറിയ ഒരു ഡേ ടൈമിൽ ഒരു ഉച്ച ഉറക്കം എടുത്താൽ പോലും അത് വരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വാച്ചും ഈ ഒരു റിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരേ വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കി. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസേ വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരു ഇനിഷ്യൽ ഇംപ്രഷനിൽ ഇത് എന്താ പറയുന്നത്, ഒരുപാട് പ്രശ്നമൊന്നുമില്ല, വലിയ വിഷയങ്ങളില്ല. ആ ഒരു തരുന്ന ഡേറ്റ ഏതാണ്ടൊക്കെ ആക്യുറേറ്റ് ആണ്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഇത് 39,999 ലോഞ്ച് ചെയ്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴും പല ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള പലയിടത്തും ഇത് 35,000 രൂപയ്ക്കൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ ആമസോണിൽ ഞാനിത് വാങ്ങുന്ന സമയത്ത് 22,499 രൂപ എന്ന പ്രൈസിലേക്ക് കുറഞ്ഞു. ഏകദേശം ഇതിൻ്റെ ഒരു പകുതി വിലയിലേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ. ഒരുപക്ഷെ ഇനിയും വില കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വലിയ വിജയമായിരുന്ന ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല. മാത്രമല്ല ഒരുപാട് ആളുകൾ അങ്ങനെ മേടിക്കുന്നതല്ല. എന്നെ പോലെ ഭ്രാന്തെടുത്ത് ടെക്കിനോട് ഭയങ്കരമായിട്ട് ആർത്തിയുള്ളവരൊക്കെ ചിലപ്പോൾ വാങ്ങുന്നെങ്കിലേ ഉള്ളൂ. കാരണം ഈ ഒരു 22,499 രൂപയാണെങ്കിൽ പോലും നമുക്ക് ഈ പ്രൈസിന് ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. ഇപ്പോൾ പുതിയ സ്മാർട്ട് ഫോണുകൾ 22,499 നല്ലതൊന്നും കിട്ടത്തില്ല. പക്ഷേ നേരത്തെ ഒരു വർഷം മുമ്പൊക്കെ നല്ല ഫോണുകൾ പോലും ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഹെൽത്ത് മോണിറ്ററിങ്ങിന് യൂസും ചെയ്യാം, നിങ്ങളെ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തുകയും ചെയ്യാവുന്ന ഗണത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതുപോലെ വാങ്ങിയത്. ഒരിക്കലും ഇതൊരു വർത്ത് ബൈങ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പോഴും ഇതിൻ്റെ വില ഈ പറഞ്ഞ പോലെ 22,499 എന്ന് പറയുന്നത് ഒരു കുറവല്ല. പക്ഷേ ഓർക്കണം, മറ്റ് സ്മാർട്ട് റിങ്ങുകളുടെ പ്രൈസ് ഒക്കെ നോക്കണം. അൾട്രാ ഹ്യൂമൻ ഉണ്ട്, അതുപോലെ ഓറ റിംഗ് ഉണ്ട്, അങ്ങനെ പല ബ്രാൻഡിൻ്റെതായിട്ടുള്ള റിങ്ങുകളുണ്ട്. അവയ്ക്കൊക്കെ പലതിനും ഇതിന്നും വിലയുള്ള മോഡലുകളാണ് പലതും. അൾട്രാ ഹ്യൂമൻ്റെ ഒക്കെ പ്രൈസ് ഞാൻ നോക്കി ഏകദേശം 40,000 രൂപയ്ക്കൊക്കെ അടുത്താണ്. പലതിനും ഈ പറഞ്ഞ പോലെ ഇയർലി സബ്സ്ക്രിപ്ഷൻ പിന്നെ നമ്മൾ കൊടുക്കുകയും വേണം. പക്ഷേ ഇപ്പോൾ സാംസങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഒരു റിങ്ങിൻ്റെ കാര്യത്തിൽ 22,499 രൂപയിലേക്ക് വിലയിൽ എത്തുകയും ദർ ഈസ് നോ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഇല്ല എന്നുള്ളതും നേട്ടമാണ്. ഇനിയും കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞാലേ ഇത് കൂടുതൽ ആളുകൾ വാങ്ങൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.